പെരുമൺ ദുരന്തത്തെക്കുറിച്ച് മനസ്സിലൊത്തിരി കാര്യങ്ങളുണ്ട്. ഞാനും ഈ ട്രെയിനിൽ കയറേണ്ടതായിരുന്നു. ഞാൻ അന്ന് ബാംഗ്ലൂരിനടുത്ത് ദാവൻഗരയിൽ മെഡിസിന് പഠിക്കുകയായിരുന്നു. അപ്പോൾ ഈ ട്രെയിനിൽ കയറേണ്ടതായിരുന്നു. പക്ഷേ ചില കാരണങ്ങളാൽ എനിക്ക് കയറാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ വീട്ടിലും നാട്ടിലുള്ള ഫ്രണ്ട്സും ഒക്കെ ധരിച്ചിരുന്നു ഞാൻ ഈ ട്രെയിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ്. അവരെല്ലാവരും ഇവിടെ വന്ന് അന്വേഷിക്കുകയും കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ബോഡീസ് തിരയുന്ന കൂട്ടത്തിൽ എന്നെയും തിരഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. പലപ്പോഴും ഇവിടെ വരാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും അത് വേണ്ട എന്ന് തന്നെ തീരുമാനിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഞാനും പ്രസിദ്ധ കഥാപ്രസംഗ കലാകാരനുമായ ശ്രീ വി ജോസുമായിട്ട് ഇവിടെ വരാനായിട്ട് സാധിച്ചു. മരിച്ച അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അവരുടെ കുടുംബങ്ങളിൽ എല്ലാവരും ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ 1988 ജൂലൈ മാസം 8-ാം തീയതിയായിരുന്നു. അതായത് ഇന്നേക്ക് 37 വർഷം മുമ്പ്, അല്ലേ? ശരി, 37 വർഷം മുമ്പാണ് ഈ അതിഭീകരമായ നമ്മുടെ നാടിനെ മുഴുവൻ ഞെട്ടിച്ച ഈ ദുരന്തം ഉണ്ടാകുന്നത്. കൊല്ലത്തിൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും മാറാത്ത ഉണങ്ങാത്ത ഒരു മുറിവായിട്ട് ഈ ഒരു സംഭവം, ഈ ദുരന്തം ശേഷിക്കും എന്നുള്ളതാണ് ഈ 37 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവിടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതും ഈ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതും. അന്ന് ഏകദേശം 1 മണി കഴിഞ്ഞ സമയത്ത് കന്യാകുമാരിയിലേക്ക് പോകുന്ന ഐലൻഡ് എക്സ്പ്രസ്, അതാണ്ട് 14 ബോഗികൾ മറ്റാണ് ഉണ്ടായിരുന്നത്. 30 ബോഗികളും മറിഞ്ഞു. 105-ലേറെ ആൾക്കാർ മരണപ്പെട്ടു. ഒരു കണക്കാണ് 105, അതിൽ കൂടുതലാണെന്ന് സമീപവാസികളൊക്കെ പറയുന്നു. ആ ദിവസത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഓർമ്മകൾ ഞാനന്ന് ഇരവിപുരത്ത് മത്സ്യത്തൊഴിലാളികളോടൊപ്പം PCDC ഇരവിപുരം കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടൊരു സോഷ്യൽ വർക്കറായിട്ട് ജോലി ചെയ്യുന്ന സമയമാണ് ഈ വാർത്ത അറിയുന്നത്. അപ്പോൾ അന്ന് ഉച്ച കഴിഞ്ഞ് ഞങ്ങളെല്ലാം വൻ പുരുഷാരമായിരുന്നു. ഇങ്ങോട്ടൊന്നും വരാനൊക്കാത്ത രീതിയിലുള്ള ഒരു വലിയ പുരുഷാരമായിരുന്നു ഇവിടെ മുഴുവൻ. അന്നത്തെ ദിവസങ്ങളിൽ ഈ ബോഗികളൊക്കെ പൊക്കിയെടുക്കുന്നതിന് വേണ്ടിയും അവസാനം പല ദിവസങ്ങൾ കഴിഞ്ഞ് മാപ്പിള കലാസികളാണ് വിജയകരമായി ആ ദൗത്യം. പല രീതിയിലുള്ള എൻജിനീയറിംഗ് വൈദഗ്ധ്യങ്ങൾ പ്രയോഗിച്ചു നോക്കിയിട്ടും ഈ ബോഗികൾ പൊക്കിയെടുക്കുന്നതിന് സാധിച്ചില്ല. അങ്ങനെ അവസാനം കോഴിക്കോട് നിന്നെത്തിയ മാപ്പിള കലാസിമാരാണ് ഈ അഷ്ടമണിക്കാരെ പൊക്കിയെടുത്ത് മാറ്റിയത്. പല അഭ്യൂഹങ്ങളാണ് ഇന്ന് വരെ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നുള്ള കാര്യം എസ്റ്റാബ്ലിഷ് ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപാട് മണ്ടത്തരങ്ങൾ, വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ കൊടുങ്കാറ്റടിച്ചതാണ് എന്ന് പറയുന്നത്, കാറ്റൊക്കെ അടിച്ചാണ് വരെയുള്ള അഭിപ്രായങ്ങൾ അന്ന് ഉയർന്നു കേൾക്കുകയുണ്ടായി. സാധാരണക്കാരിൽ നിന്നല്ല, വളരെ സേഫ്റ്റി വിദഗ്ധന്മാരിൽ നിന്നാണ് ഈ അഭിപ്രായങ്ങൾ ഉണ്ടായതെന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത്. എന്തായാലും 37 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും മനസ്സിൽ ആ സംഭവങ്ങൾ പച്ചപിടിച്ച് നിൽക്കുന്നു. കല്ലടയെന്ന് പൊതുവെ പരാമർശിക്കപ്പെടുന്ന പ്രദേശം, കിഴക്കേ കല്ലട എന്ന് പറയുന്നത് ഇപ്പോൾ കൊല്ലം ജില്ലയിലെ ഒരു പഞ്ചായത്താണ്. പണ്ട് കല്ലട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്കേ കല്ലട, പടിഞ്ഞാറേ കല്ലട, മൺട്രോതുരുത്ത് എന്നിങ്ങനെ ഈ 3 പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു വിസ്തൃതമായ ഒരു ഭൂവിഭാഗമായിരുന്നു. അതിൽ പടിഞ്ഞാറേ കല്ലട പഞ്ചായത്ത് വേറെയാണ്, കിഴക്കേ കല്ലട പഞ്ചായത്ത് വേറെയാണ്, ഇപ്പോൾ മൺട്രോതുരുത്ത് പഞ്ചായത്തും വേറെയാണ്. പണ്ട് ഈ മൺട്രോതുരുത്തും കിഴക്കേ കല്ലടയുമായിട്ട് ഒരുമിച്ച് കിടക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് മൺട്രോതുരുത്തിലെ എന്ന് പറയുന്ന പ്രദേശത്തിന്, അന്ന് മൺട്രോതുരുത്തൊന്നും പേരൊന്നുമില്ല, മൺട്രോതുരുത്ത് പ്രദേശത്തിൻ്റെ കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടി മൺട്രോ സാഹിബ്, നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന, തിരുവിതാംകൂറിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന മൺട്രോ സാഹിബ് 1808 അദ്ദേഹം ഇവിടുത്തെ പ്രസിഡന്റായിട്ട് തിരുവിതാംകൂർ വരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് മൺട്രോതുരുത്തിനോടൊരു പ്രത്യേക സ്നേഹം തോന്നുകയും
മൺട്രോതുരുത്ത് അദ്ദേഹത്തിന് അന്നത്തെ റീജൻ്റായിരുന്ന അന്നത്തെ റാണി അദ്ദേഹത്തിന് മൺട്രോതുരുത്ത് സംഭാവന ചെയ്യുകയും ചെയ്തപ്പോൾ മൺട്രോതുരത്തിൻ്റെ ഒരു വികസനത്തിന് വേണ്ടി മൺട്രോതുരത്തിൽ കൃഷി വികസിപ്പിക്കുന്നതിന് വേണ്ടി കല്ലടയാറിനെ ഒന്ന് വഴി തിരിച്ചുവിട്ട് അഷ്ടമുടി കായലിൽ കൊണ്ടുവന്ന് ചേർക്കുന്ന കല്ലടയാറിന് ഒരു കൈവഴി വെട്ടി. അത് പുത്തനാറ് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ പുത്തനാറ് വെട്ടിയപ്പോഴാണ് ആ ഇടിയക്കട പാലം കാണുന്നത് ആ പുത്തനാറിലാണ്. പുത്തനാറ് വെട്ടിയതോടുകൂടി ഈ കല്ലടയുടെ ശിങ്കാരപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും ഈ മൺട്രോതുരുത്ത് ഒറ്റപ്പെട്ട് ഒരു തുരുത്തായി മാറുകയും ഒരു ഐലൻഡായി മാറുകയും ചെയ്തു. ഈ സ്ഥലത്തിൻ്റെ മേലായുധം ഈ ആദായമൊക്കെ എടുക്കുന്നതിന് വേണ്ടി CMS സഭയ്ക്ക്, കോട്ടയത്തെ CMS സഭയ്ക്ക് മൺട്രോ സാഹിബ് ഇത് നൽകി. അപ്പോൾ അന്ന് നമ്മുടെ ഈ പുത്തൻ ആറ് വെട്ടിയപ്പോൾ ആ ആറ് വെട്ടിയ ആ മണ്ണ് കൊണ്ടാണ് കല്ലടയാറിന് ഒരു ബണ്ട്, അപ്പുറവും ഇപ്പുറവും ബണ്ട് നിർമ്മിച്ചത്. അതുവരെ കല്ലടയാറ് ലക്കും ലഗാനവും ഇല്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നിശ്ചിതമായൊരു പാതയിലൂടെ ഒഴുകുന്നതിന് വേണ്ടി കല്ലടയാറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഈ പുത്തനാറ് വെട്ടിയ മണ്ണുകൊണ്ട് ബണ്ട് നിർമ്മിക്കുകയുണ്ടായി, ആറ്റുവരമ്പ് എന്ന് പറയാം. അപ്പം അതിനുശേഷമാണ് കൃത്യമായ ആ ബണ്ടിനുള്ളിലൂടെ കല്ലടയാറ് ഒഴുകുകയും വെള്ളപ്പൊക്കം നിയന്ത്രിക്കുക എന്നതിന് വേണ്ടി അമിതമായി വരുന്ന ഒരു എക്കലൊക്കെ സംഭരിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു വലിയൊരു പരിപാടിയായിരുന്നു മൺട്രോ സാഹിബിൻ്റെ. അപ്പോൾ 1930കളിലാണ് ഈ തിരുവിതാംകൂർ സർക്കാരിന് CMS സഭ ഇത് തിരിച്ച് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം C. കേശവൻ മുഖ്യമന്ത്രിയായിരുന്ന, തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഈ സ്ഥലത്തിന് ഒരു പ്രത്യേക പഞ്ചായത്തായി വില്ലേജായി ഒക്കെ പരിഗണിക്കുന്നത്. ഇതിന് മൺട്രോ സാഹിബിൻ്റെ നാമധേയത്തിൽ തന്നെ മൺട്രോ ഐലൻഡ് എന്നുള്ള പേര് നൽകുന്നത്. അപ്പോൾ ആ പേരൊക്കെ നൽകിയിട്ട് ഒരു 100 വർഷം ആകുന്നില്ല. അപ്പോൾ ആ മൺട്രോ തുരുത്തിൻ്റെ തൊട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്, അല്ലെങ്കിൽ മൺട്രോതുരുത്തിനെയും പെരുമണയും വേർതിരിക്കുന്ന അഷ്ടമുടി കായലിൻ്റെ ആ പാലത്തിൽ വെച്ചാണ് 37 വർഷങ്ങൾക്ക് മുമ്പ് ഈ പെരുമൺ ദുരന്തമെന്ന് നമ്മളിത് പറയുന്ന ആ പെരുമൺ ട്രാജഡി, ഐലൻഡ് എക്സ്പ്രസ് അഷ്ടമുടി കായലിലേക്ക് വീണ് 100-ലേറെ പേരുടെ ജീവൻ അപഹരിച്ച സംഭവം ഉണ്ടാകുന്നത്. പിന്നെ